UDF അധികാരത്തിലെത്തിയതോടെ പുനരന്വേഷണം ആരംഭിച്ച കാഫിർ സ്ക്രീൻഷോട്ട് കേസിൽ രാഷ്ട്രീയ വൈരാഗ്യം വെച്ച് ഡിവൈഎഫ്ഐ പ്രവർത്തകനെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ച് ഡിവൈഎഫ്ഐ വടകര ബ്ലോക്ക് കമ്മിറ്റി നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും പ്രതിഷേധ സദസ്സും സംഘടിപ്പിച്ചു. കാഫിർ സ്ക്രീൻഷോട്ട് പ്രചരിച്ച കേസിൽ കൂടുതൽ തെളിവുകൾ ശേഖരിക്കുന്നതിന്റെ ഭാഗമായാണ് ഡിവൈഎഫ്ഐ മുൻ ബ്ലോക്ക് കമ്മിറ്റി അംഗം ജിതിൻ ഭാസ്കറിനെ കസ്റ്റഡിയിലെടുത്തതെന്നാണ് പോലീസ് പറയുന്നത്. എന്നാൽ UDF നേതാക്കളെ തൃപ്തിപ്പെടുത്താൻ പോലീസ് ഡിവൈഎഫ്ഐ പ്രവർത്തകർക്കെതിരെ ബോധപൂർവം ഇല്ലാക്കഥകൾ കെട്ടിച്ചമയ്ക്കുകയാണെന്ന് പരിപാടി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ജില്ലാ സെക്രട്ടറി LG ലിജീഷ് പറഞ്ഞു. എന്തോ ഭീകര ജീവിയാക്കി നിങ്ങൾ മാറ്റിയില്ലേ? ഡിവൈഎഫ്ഐയുടെ വടകര ബ്ലോക്ക് പ്രസിഡന്റാണ്, അധ്യാപകനാണ്, ഡിവൈഎഫ്ഐയുടെ കോഴിക്കോട് ജില്ലാ കമ്മിറ്റി മെമ്പറാണ്. ഈ വടകര ടൗണിനകത്ത് നിരവധിയായ സമര പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുത്ത ആളാണ്. അയാളെ എല്ലാം കൂടി ഭീകരനാക്കി ചിത്രീകരിച്ച് കേരള സംസ്ഥാനത്തും മലയാളികളുള്ളിടത്തും എല്ലാം ഇതാ റിബേഷ് മാഷ് എന്ന് പറഞ്ഞാൽ എന്തോ ഒരു ഭീകര ജീവിയായി നിങ്ങൾ ചിത്രീകരിച്ചില്ലേ? മുസ്ലിം യൂത്ത് ലീഗുകാരോട് ഞങ്ങൾക്ക് ചോദിക്കാനുണ്ട്, നിങ്ങൾ മാർച്ച് നടത്തിയില്ലേ സ്കൂളിലേക്ക്? നാനുണ്ടോ നിങ്ങൾക്ക്? തള്ളിപ്പറയോ നിങ്ങൾ? ഇപ്പൊ റിബേഷ് രാമകൃഷ്ണൻ നിങ്ങളുടെ ലിസ്റ്റിലുണ്ടോ? അങ്ങനെ മാർച്ച് നടത്തി എന്തെല്ലാം ഗോഗോവിളികൾ നിങ്ങൾ നടത്തി. അവിടെയുള്ള കുട്ടികൾ കേട്ടാൽ അറയ്ക്കാത്ത വാക്കുകളാൽ മുദ്രാവാക്യം വിളിച്ചു റിബേഷ് മാഷെ നിങ്ങൾ അധിക്ഷേപിച്ചില്ലേ? നിങ്ങൾ മാപ്പ് പറയോ, തള്ളി പറയോ? ഇപ്പൊ നിങ്ങളുടെ ലിസ്റ്റിലുണ്ടോ റിബേഷ് മാഷ്? റിബേഷ് മാഷ ഫോൺ വേണമെന്ന് പറഞ്ഞു, കൊടുത്തു. മറയ്ക്കാനില്ലാത്തവന് പിന്നെ എന്തോ ഫോണും കാര്യം വന്നേക്ക് കൊടുത്തു, പോയി അന്വേഷിച്ചു. ഇപ്പോൾ എന്താ പുതിയ ആളിലേക്ക് എത്തിയിരിക്കുക, ജിതിൻ ഭാസ്കറിലേക്ക് എത്തിയെന്നാണെന്നൊക്കെ ഞങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട്. SITക്കും അറിയാം ഇതൊക്കെ എങ്ങോട്ടാണ് കാര്യങ്ങൾ പോകുന്നതെന്ന്. ജിതിൻ ഭാസ്കർ എന്ന് പറഞ്ഞാൽ ഡിവൈഎഫ്ഐയുടെ വടകര ബ്ലോക്ക് കമ്മിറ്റി മെമ്പറായിരുന്നു, തിരുവള്ളൂർ മേഖലാ സെക്രട്ടറിയായി പ്രവർത്തിച്ച സഖാവാണ്. ആ സഖാവ് വടകരക്കകത്ത് ഷാപ്പിപ്പറമ്പിൽ ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടം പെണ്ണുപിടിയുമായി വിഷയവുമായി ബന്ധപ്പെട്ട് കേരളത്തിലാകമാനം പ്രതിഷേധം വന്ന സമയത്ത് അതിനെല്ലാം കുടപിടിച്ച വ്യക്തിത്വമാണ് ഷാപ്പിപ്പറമ്പിൽ എന്ന് പറയുന്ന ആള്. വലിയ ന്യായീകരണം നടത്തിയില്ലേ മൈക്ക് കെട്ടി? മറ്റുള്ളിടത്തെല്ലാം ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടം എന്തു ചെയ്യുന്നു അതെല്ലാം ഷാപ്പിപ്പറമ്പിലിന്റെ അറിവോടെയാണ്. ഇവരായിരുന്നു ഇവിടത്തെ മൂർത്തികളായി നിന്നിരുന്നത്, ഒറ്റക്കെട്ടായിരുന്നില്ലേ? അങ്ങനെ കേരളത്തിലാകമാനം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പ്രതിഷേധം വന്നപ്പോൾ അതിനെതിരായി പ്രതികരിച്ച ആളാണ് ഷാപ്പിപ്പറമ്പിൽ. അതിനുശേഷമാണ് ആദ്യമായി വടകരയിലെത്തിയപ്പോൾ ഡിവൈഎഫ്ഐ പ്രതികരിച്ചു. ഡിവൈഎഫ്ഐ പ്രതികരിച്ചപ്പോ ജിതിൻ ഭാസ്കർ ഒക്കെയാണ് മുമ്പിലുള്ളത്. നിങ്ങൾ ആ ഫോട്ടോ ഒക്കെ കണ്ടില്ലേ? ഇപ്പോ പല കോൺഗ്രസിന്റെ ഹാൻഡിലുകളെല്ലാം പ്രചരിപ്പിക്കുകയാണ് ജിതിൻ ഭാസ്കർ ഇങ്ങനെ കൈ ചൂണ്ടി നിന്ന് സംസാരിക്കുന്നൊക്കെ. അതിന്റെ ഭാഗമായിട്ടാണ് നിങ്ങൾ ഇപ്പോൾ എടുത്തിട്ടുള്ള കള്ളക്കേസ് എന്ന് പകൽ പോലെ ഞങ്ങൾക്കറിയാം. ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം തെറ്റായ ദിശയിലേക്ക് പോകുന്ന സമയത്ത് ഡിവൈഎഫ്ഐ ഭാരവാഹികൾ കോഴിക്കോട് പത്രസമ്മേളനം നടത്തി പറഞ്ഞു, ഈ അന്വേഷണം തെറ്റായ രീതിയിലാണ് നടക്കുന്നത്. ഇപ്പൊ അവസാനം വെളുപ്പിച്ചു, കേസ് രജിസ്റ്റർ ചെയ്തു. കേസിലിട്ട വകുപ്പെന്താ? ഇന്നലെ ഇവിടെ SP ഈ അന്വേഷണത്തിന് മേൽനോട്ടം വഹിക്കുന്ന ബഹുമാനപ്പെട്ട SP പത്രക്കാരോട് പറഞ്ഞത് ഈ വടകരയിലും കേരള സമൂഹം ആകെ കണ്ടതല്ലേ? എന്നിട്ടും UDF ഹാൻഡിലുകളും ചില പത്ര ദൃശ്യ മാധ്യമങ്ങളും അതിൽ നിന്ന് മാറിയോ? നിങ്ങൾ ജിതിൻ ഭാസ്കർ ഈ പറയുന്ന കാഫിർ സ്ക്രീൻഷോട്ട് ഉണ്ടാക്കിയ ആളാണെന്നുള്ള ധാരണയിലല്ലേ പത്രവാർത്തകൾ കൊടുക്കുന്നത്? അതുമായി ബന്ധപ്പെട്ട ദൃശ്യമാധ്യമങ്ങളിൽ വാർത്തകൾ കൊടുക്കുന്നത് അങ്ങനെയല്ലേ? ലൈവായി കാര്യങ്ങൾ കൊടുക്കുകയാണ്. ജിതിൻ ഭാസ്കറിനെ കുറച്ച് പോലീസുകാർ കൊണ്ടുവരുന്നു, കുറെ പോലീസ് വണ്ടികൾ പോകുന്നു, ഇതാ പിടിക്കപ്പെട്ടിരിക്കുന്നു. ഇന്ന് പത്രസമ്മേളനം ഷാപ്പിപ്പറമ്പിലിന്റെ DCC പ്രസിഡന്റിന്റെ യൂത്ത് ലീഗിന്റെ മുസ്ലിം ലീഗുകാരന്റെ എങ്ങനെയെല്ലാം അവിടെ എവിടെയും പ്രകടനങ്ങൾ. ഈ പറയുന്ന ജിതിൻ ഭാസ്കറാണ് കാഫിർ സ്ക്രീൻഷോട്ട് നിർമ്മിച്ചതെന്ന് എവിടെയെങ്കിലും ഒരു വരി ഈ പറയുന്ന ചെന്നിത്തലയുടെ പോലീസ്, സതീശന്റെ പോലീസ് എഴുതി വെച്ചിട്ടുണ്ടോ? മാധ്യമങ്ങൾ വസ്തുതകൾ പറയണ്ടേ? വളരെ പച്ചയായി ഇവിടെ SP പറഞ്ഞല്ലോ, പ്രചരിപ്പിച്ചതിനാണ് കേസ്. അതെ, പ്രചരിപ്പിച്ചതിനാണ് കേസ് അല്ലേ? പ്രചരിപ്പിച്ചത് ആരൊക്കെയാ? അതാണ് ഞങ്ങൾ പറഞ്ഞത്. ഈ അന്വേഷണം എന്ന് പറഞ്ഞാൽ ബയാസ്ഡായ അന്വേഷണമാണ്. വളരെ കൃത്യതയോടെ രാഷ്ട്രീയ ലാക്കോടെയുള്ള അന്വേഷണമാണ് നടക്കുന്നത്. പ്രചരിപ്പിച്ചതിന്റെ കാര്യമാണ് എടുക്കുന്നതെങ്കിൽ ഏറ്റവും കൂടുതൽ ആളുകളെ പ്രതിയാക്കേണ്ടത് UDFന്റെ നേതാക്കന്മാരെയല്ലേ, പ്രവർത്തകരെയല്ലേ? ഈ കാഫിർ എന്ന് പറയുന്ന സ്ക്രീൻഷോട്ട് അതൊരു വേള വായിച്ചു കഴിഞ്ഞാൽ അരിയാഹാരം കഴിക്കുന്ന ആർക്കെങ്കിലും അവർ LDFന് വോട്ട് ചെയ്യുമെന്ന് പറയാൻ കഴിയുമോ? ഞങ്ങൾ അത് തന്നെയാണ് അന്നും ചോദിക്കുന്നത്, ഇന്നും ചോദിക്കുന്നത്. ഈ പറയുന്ന കാഫിർ സ്ക്രീൻഷോട്ടുമായി ബന്ധപ്പെട്ട് അത് വായിച്ചു നോക്കിയാൽ LDFന് ആരാണ് വോട്ട് ചെയ്യുക ആ ബോധ്യം ഞങ്ങൾക്കില്ലേ? ഇതിന്റെ ഗുണഭോക്താവ് എന്ന് പറയുന്നത് UDF ആണ്. UDFന് ഗുണമുണ്ടാക്കുന്ന ഒരു കാര്യം LDFന്റെ പ്രവർത്തകരോ DYFന്റെ പ്രവർത്തകരോ ചെയ്യേണ്ടതില്ല. അതിലെഴുതിയ വാചകം വായിച്ചു നോക്കിയാൽ മതി. എന്നാ ഷാപ്പി പ്രതികരിച്ചത്?
ഇന്ന് ചാടി വന്ന് പ്രതികരിച്ചല്ലോ, പത്രക്കാരെയൊക്കെ വിളിച്ച് നല്ല ഉഷാറായി പ്രതികരിച്ചല്ലോ ഷാഫി പറമ്പിൽ. നിങ്ങൾ ഈ കാഫിർ സ്ക്രീൻഷോട്ട് വന്നതിന് ശേഷമുള്ള പ്രതികരണം എന്നാ നിങ്ങൾ നടത്തിയത്? തെരഞ്ഞെടുപ്പിന്റെ തൊട്ടുതലേന്നാണ് ഈ വിഷയം പൊന്തി വന്നത്. അന്ന് നിങ്ങൾ പ്രതികരിച്ചോ? തെരഞ്ഞെടുപ്പിന്റെ അന്ന് നിങ്ങൾ പ്രതികരിച്ചോ? തെരഞ്ഞെടുപ്പിലെ വോട്ട് പെട്ടിയിലായി കഴിഞ്ഞതിന് ശേഷമാണ് ഷാഫി പറമ്പിൽ എന്ന് പറയുന്ന മഹാൻ ഈ വിഷയവുമായി ബന്ധപ്പെട്ട പ്രതികരണം. UDF പോലീസ് മാധ്യമ ഭീകരതയ്ക്കെതിരായി നടന്ന പ്രതിഷേധ പരിപാടിയിൽ നൂറുകണക്കിന് പ്രവർത്തകർ പങ്കാളികളായി. കേളുവേട്ടൻ PP ശങ്കരൻ സ്മാരക പരിസരത്ത് നിന്നും ആരംഭിച്ച പ്രകടനം നഗരം ചുറ്റി പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് സമാപിച്ചു. TT ജനീഷ് അധ്യക്ഷനായി. സംസ്ഥാന കമ്മിറ്റി അംഗം K അരുൺ, MK വിഗേഷ്, RS റിബേഷ് എന്നിവർ സംസാരിച്ചു. ലിജിൻ സ്വാഗതവും PS അർജുൻ നന്ദി പറഞ്ഞു.